വെൽക്കം ബാക്ക് ടു സുധീസ് കുക്ക് ഹൗസ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് കരുതുന്നു. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു തനിനാടൻ വിഭവമായിട്ടാണ്. നമ്മളുടെ കപ്പ കൊണ്ടുണ്ടാക്കുന്ന കപ്പ പുഴുക്ക് അല്ലെങ്കിൽ കപ്പ വേവിച്ചത് എങ്ങനെ തയ്യാറാക്കാം എന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. അതും തേങ്ങ അരച്ച് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. കപ്പ വേവിച്ച് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എത്തിയിരിക്കുന്നത് 3 കിലോ കപ്പയാണ്. അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയതായിട്ട് അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ചെറുതായിട്ട് അരിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതുകൊണ്ടാണ് ചെറുതായിട്ട് തന്നെ അരിഞ്ഞിരിക്കുന്നത്. ചില ആൾക്കാർ കുറച്ച് വലുതായിട്ടും അരിയാറുണ്ട്. അപ്പോൾ ഓരോരുത്തരും അരിയുന്ന രീതിയിൽ അരിഞ്ഞെടുക്കുക. അതിനുശേഷം ഒരു പാത്രത്തിൽ 3/4 ഭാഗത്തോളം വെള്ളം വെച്ചിട്ട് നല്ലതായിട്ട് തിളപ്പിച്ചെടുക്കുക. തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് കൂടി നിൽക്കുന്ന രീതിയിൽ വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കപ്പയെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കിയതിന് ശേഷം നമുക്ക് ഈ കപ്പ വേകുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കപ്പയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് തിള വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ കപ്പയും നമുക്ക് എടുത്ത് നോക്കാം. വെന്തിട്ടുണ്ടെങ്കിൽ നല്ലതായിട്ട് ഇതുപോലെ പൊടിഞ്ഞു വരും. അപ്പം നമ്മുടെ കപ്പ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞ് വയ്ക്കാം. ഇനി നമ്മുടെ കപ്പയ്ക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്തിരിക്കുകയാണ്. അതിലേക്ക് നമ്മൾ ആദ്യമായിട്ട് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു 1/2 കപ്പ് തേങ്ങ എടുത്തിരിക്കുന്നത്. ഒരു 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ തേങ്ങ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 3 പച്ചമുളക് ഒടിച്ചിട്ടാണ് കൊടുക്കുന്നത്. പച്ചമുളകിന് പകരം കാന്താരി മുളകും ചേർത്ത് കൊടുക്കാം. പിന്നെ 3 അല്ലി വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. 2 അല്ലി ചെറിയ ഉള്ളി ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. 1 ടീസ്പൂൺ ജീരകവും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സാധാ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നമ്മൾ നല്ലതായിട്ട് അരച്ചെടുക്കുക. കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് കേട്ടോ അരച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് വെള്ളമായാൽ നമ്മുടെ കപ്പ ഒരുപാട് ഇങ്ങനെ ലൂസായിട്ട് വരും. അത് വേണ്ട. ഇനി അടുത്തതായിട്ട് നമ്മൾ വെള്ളമൊക്കെ ഊറ്റി വെച്ചിരിക്കുന്ന കപ്പ ആ പാത്രം നമ്മൾ അടുപ്പിലേക്ക് വെക്കുക. അപ്പം ഇതിനകത്തേക്ക് നമ്മളിനി ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പാണ്. അപ്പോൾ അധികം വെള്ളമൊക്കെ ചേർക്കാത്തുള്ള അരപ്പ് തന്നെയാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ ഈ അരപ്പ് ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ ഒരു പകുതി ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ഒരു പിടി കറിവേപ്പില ഇട്ട് കൊടുക്കണം. അപ്പോൾ കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുത്താലേ നമുക്ക് കപ്പയ്ക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കിതും കൂടെ ഒന്ന് ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പച്ച വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴത്തേക്ക് നമ്മുടെ കപ്പയ്ക്ക് ഒരു നല്ല മണവും അതുപോലെ തന്നെ പ്രത്യേക രുചിയും കിട്ടും. എന്നിട്ട് നല്ലതായിട്ട് ഇളക്കിയെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കപ്പയുടെ ഒക്കെ റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് നല്ല മത്തിക്കറിയുടെ കൂടെയോ അല്ലെങ്കിൽ തൈരിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഒരു തവണയെങ്കിലും നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്.